ശ്രീ വി എം പ്രസാദ്, ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് ലീഗാണ്. ലീഗ് കൂടി ഉൾപ്പെട്ട UDF ആണ്, ആ സംവിധാനമാണ് ഇപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അറബിക്കടലിൽ ഒഴുക്കുകയോ ചവറ്റുകുട്ടയിൽ ഇടുകയോ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി നിലനിർത്തിയാൽ പോലും നിങ്ങൾക്ക് മുഖം രക്ഷിക്കാമായിരുന്നു. പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്നത് അണികളോട് പോലും ചെയ്യുന്ന ദ്രോഹമല്ലേ, വിശ്വാസവഞ്ചനയല്ലേ? എങ്ങനെ ലീഗ് ഈ കാര്യങ്ങൾ വിശദീകരിക്കും അണികളോട്? ഹലോ, പറഞ്ഞോളൂ. ഓക്കെ. MSFനെ സംബന്ധിച്ചിടത്തോളം MSFന്റെ നിലപാട് PM ശ്രീ പദ്ധതിയിൽ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരു നിലക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ MSF ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. അത് MSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുമ്പത് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോഴും MSFന്റെ നിലപാടിൽ യാതൊരു മാറ്റവും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്നതാണ് MSFന്റെ അഭിപ്രായം. അത് നിർത്തിവെക്കാനുള്ള സാധ്യതകളാണ്, അതിന്റെ നിയമപരമായ കാര്യങ്ങളാണ് പിന്നെ ഈ ഗവൺമെന്റ് പരിശോധിക്കേണ്ടതെന്നു കൂടിയാണ് MSFന് പറയാനുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഞാൻ ചോദിക്കുന്നത്, CPMന് എന്ത് ധാർമ്മികതയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പറയാൻ കഴിയുന്നത്? ഈ പദ്ധതി യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് CPM ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി, CPM ഉണ്ടാക്കിയ ഒരു കെണി, ആ കെണിയിലാണ് ഗവൺമെന്റ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ വളരെ കൃത്യമായി ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നാൾവഴികൾ പരിശോധിച്ചാൽ, നാൾവഴി പരിശോധിക്കുന്നതിന് മുമ്പ് റഷാദ്, ഞാൻ ഇവിടെ വളരെ കൃത്യമായി ആദ്യം ആ ബൈറ്റുകൾ പ്ലേ ചെയ്തിരുന്നതാണ്. ഷംസുദ്ദീന്റെ ബൈറ്റും ഒപ്പം തന്നെ അടൂർ പ്രകാശിന്റെ ബൈറ്റും പ്ലേ ചെയ്തിരുന്നതാണ്. ഇന്ന് UDF യോഗത്തിന് ശേഷം അടൂർ പ്രകാശ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ പറഞ്ഞിരിക്കുന്നത് PM ശ്രീയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതിലിനി ഒരു പുനരാലോചനയുടെ ഒരു ഘടകവുമില്ല. മന്ത്രിസഭാ ഉപസമിതിയുടെ ഇനിയുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതൊക്കെ സ്കൂളുകളിൽ എങ്ങനെ ഇത് നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. MSF സമരരംഗത്തുണ്ടാകുമോ ഇതിനെ എതിർത്ത്? തീർച്ചയായിട്ടും RSSന്റെ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ഒരു നിലക്കും MSF അംഗീകരിക്കുന്നില്ല. MSF അങ്ങനെ നടപ്പിലാക്കിയാൽ അതിനെതിരെയുള്ള പ്രക്ഷോഭ രംഗത്ത് MSF സജീവമായിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ലീഗ് മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം ഈ ഉപസമിതിയിലെ ഒരു അംഗം കൂടിയാണ്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലീഗ് ഉൾപ്പെട്ട UDF ആണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോഴും നിങ്ങൾ സമരരംഗത്തുണ്ടാകുമെന്ന് തന്നെ ഉറച്ച നിലപാടെടുക്കുകയാണ് MSF. SFI അല്ല MSF, ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് തെറ്റായ ഒരു നിലപാടിനെ അനുകൂലിക്കേണ്ട ആവശ്യം MSFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഒരിക്കലും ഈ RSSന്റെ അജണ്ട, RSSന്റെ പാഠ്യപദ്ധതി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു സമീപനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്ന് MSF ഒരു നിലക്കും വിശ്വസിക്കുന്നില്ല. MSF അങ്ങനെ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഒരു നിലക്കും ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളം വന്നെത്തി നിൽക്കുകയാണ്. CPM അങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, നേരത്തെ CPMന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, അതായത് ഞങ്ങൾ ഈ പദ്ധതി നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ CPM പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അതില് CPM അവസാനമായി കേരള ഗവൺമെന്റ് LDF ഭരിക്കുന്ന കാലത്ത് ഈ വിഷയം വലിയ വിവാദമായ സമയത്ത് CPI ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, വലിയ രൂപത്തിലുള്ള വിയോജിപ്പുകൾ കേരള ഗവൺമെന്റ് അന്നയച്ച കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 2025 നവംബറിൽ നേരിട്ട് കത്ത് കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയെ കണ്ട് നേരിട്ട് കത്ത് കൊടുത്തു. ഇത് തുടരില്ലാതെ നേരിട്ട് കത്ത് കൊടുത്തു. ഞാൻ അതിലേക്കാണ് വരുന്നത്. ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? ആ കത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ആ കത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആശങ്കകൾ, ആ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി
ഈ പദ്ധതി നീട്ടിവെക്കണം എന്നാണ് പറഞ്ഞത്, നിർത്തലാക്കണം എന്നല്ല. നിർത്തലാക്കണമെന്ന് എന്തായാലും അത് മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെയാണല്ലോ. അതാണല്ലോ കേന്ദ്രം രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.